ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15th ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂ ഓഫ് n ആർ ദ nth ടേംസ് ഓഫ് ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് 63, 65, 67 etc. 3, 10, 17 എക്സെട്ര ഈക്വൽ. എന്നിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ പ്രോഗ്രഷൻസ് ഈക്വൽ ആവുക, ഇതിലെ nth ടേം ഈക്വൽ ആവുക. ഇത് എക്സസൈസ് 5.2ലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 63, 65, 67 എക്സെട്ര. ഇതിലെ ഫസ്റ്റ് ടേം a ഈസ് ഈക്വൽ ടു 63 ആണ്. അതുപോലെ b ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 65 മൈനസ് 63 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ nth ടേം an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഈക്വൽ ടു a നമുക്കറിയാം 63 ആണ്. 63 പ്ലസ് ഇതിൻ്റെ വാല്യൂ അറിയില്ല. എന്നിന് ഏത് വാല്യൂ വരുമ്പോഴാണ് nth ടൈം അവിടെ ഈക്വൽ ആവുക, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡിയുടെ വാല്യൂ അറിയാം 2 ഈക്വൽ ടു 63 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2, എന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 minus 2 equal to 2n plus 61. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് മാറ്റി വെച്ചു. ഇതിലെ നെക്സ്റ്റ് പ്രോഗ്രഷൻ 3, 10, 17 എക്സെട്ര. ഇവിടെയും a ഈസ് ഈക്വൽ ടു 3 ആണ്. b ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം 10 മൈനസ് 3 is equal to 7 എന്ന് കിട്ടി. ഇനി nth ടേം an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു b ഈക്വൽ ടു a3 ആണ്. 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 7 ഈക്വൽ ടു 3 പ്ലസ് 7 ഇൻറ്റു n, അതുപോലെ 7 ഇൻറ്റു മൈനസ് 1, 7n മൈനസ് 7 ഈക്വൽ ടു 7n, 3യും മൈനസ് 7 അപ്പോൾ മൈനസ് 4. അപ്പോൾ ഇവിടെ an ഈക്വൽ ടു 7n മൈനസ് 4 എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. സിൻസ് ബോത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഹാവ് സെയിം nth ടേം, ഇവിടെ nth ടേം സെയിം ആണ്, അപ്പോഴുള്ള n-ൻ്റെ വാല്യൂ അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 2n പ്ലസ് 61 ഈക്വൽ ടു 7n മൈനസ് 4 ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഉള്ള n ഉള്ള ടേമിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. ഇവിടെ 2n അവിടെ 2n മൈനസ് ഇവിടെയുള്ള 7n-നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, മൈനസ് 7n ഈക്വൽ ടു ഇവിടെയുള്ള മൈനസ് 4, ഈ പ്ലസ് 61-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, മൈനസ് 61. അപ്പോൾ 2n മൈനസ് 7n മൈനസ് 5n ഈക്വൽ ടു മൈനസ് 65 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു മൈനസ് 65 ഡിവൈഡഡ് ബൈ മൈനസ് 5, n ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടുന്നു. 13th ടേം ഓഫ് ദ ബോത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഹാവ് സെയിം nth ടേം. n-ന് 13 എന്നുള്ള വാല്യൂ കൊടുത്താൽ ഇത് ഈ രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും 13th ടേം, nth ടേം 13th ടേം ആകുമ്പോൾ ഈ പ്രോഗ്രഷൻസിൻ്റെ nth ടേം ഈക്വൽ ആയിരിക്കും. ഇതിലെ 16th ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് whose third term is 16 and the 7th term exceeds the 5th term by 12. third term 16 ആണ്, അതുപോലെ 7th term exceeds 5th term by 12. 5th termനേക്കാൾ
12 കൂടുതലാണ് 7th ടേം. ശരി, നോക്കാം. തേർഡ് ടേം 16 ആണ്. തേർഡ് ടേം A3 ഈക്വൽ ടു അത് A പ്ലസ് 3 മൈനസ് 1, അതായത് 2D ആണ്. അപ്പോൾ ഇവിടെ A പ്ലസ് 2D ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം എയുടെ ഡിയുടെ വാല്യൂ ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് അത് വിളിച്ചു. ഇനി 7th ടേം എക്സീഡ്സ് ദ 5th ടേം ബൈ 12. 7th ടേം എന്ന് പറയുന്നത് A പ്ലസ് 6D ഈക്വൽ ടു 5th ടേം എന്ന് പറയുന്നത് A പ്ലസ് 4D ആണ്. ഈ A പ്ലസ് 4Dയേക്കാളും 12 കൂടുതലാണ്. അപ്പോൾ A പ്ലസ് 4D പ്ലസ് 12. അപ്പോൾ ഇവിടെ ഈ എഴുതിയിൽ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും A കോമൺ ആണ്. നമുക്ക് A ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ കിട്ടുന്നത് 6D ഈക്വൽ ടു 4D പ്ലസ് 12 ആണ്. ഇനി D വേരിയബിളുള്ള ആ ടൈമിനെ ഒരു സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ 6D മൈനസ് 4D. 4D ഇവിടെ പ്ലസ് ആണ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയപ്പോൾ മൈനസ് ആയി. ഈക്വൽ ടു 12. 6D മൈനസ് 4D, അതായത് 2D ഈക്വൽ ടു 12. Therefore, D is equal to 12 divided by 2 equal to 6. ഇവിടെ D is equal to 6 എന്ന ആൻസർ കിട്ടി. ഇനി ഡിയുടെ വാല്യൂ 16, A പ്ലസ് 2D ഈക്വൽ ടു 16, അതായത് തേർഡ് ടേമിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ A പ്ലസ് 2 ഇൻറ്റു D, 2 ഇൻറ്റു 6 ഈക്വൽ ടു 16 ആണ്. അപ്പോൾ A പ്ലസ് 2 ഇൻറ്റു 6 12 ഈക്വൽ ടു A is equal to 16 മൈനസ് 12. A is equal to 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. A is equal to 4 ആണ്, അതുപോലെ D is equal to 6 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രഷൻ ഫോം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടൈം A is equal to 4, സെക്കൻഡ് ടൈം A2 ഈക്വൽ ടു 4 പ്ലസ് D ആണ്, അതായത് 4 പ്ലസ് 6 ഈക്വൽ ടു 10. A3 ഈക്വൽ ടു 10 പ്ലസ് സെക്കൻഡ് ടൈം പ്ലസ് D, 10 പ്ലസ് 6 ഈക്വൽ ടു 16 ആണ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 4, 10, 16 എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ.